بسم الله الرحمن الرحيم മുത്ത് നബി മായങ്ങിടും സ്വർഗഭൂവിലണയണം മുത്തിമണത്തവിടമിൽ അശിഖായി കഴിയണം ഇഷ്കിലേറി മുത്തിലലിയണം ആശ തീരുവോളം വാഴ്ത്തണം. വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വഅൻ ബഅദിൽ ആരിഫീന അന്ന മിമ്മാ യൻബഗി ഫഅലഹു ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ആരിഫീങ്ങളിൽ നിന്ന് ചിലർ പറഞ്ഞു, ശഅബാനിൻ്റെ 15 രാത്രി അൻ യഖറഅൽ ഇൻസാൻ ബൈന സ്വലാത്തിൽ മഗ്രിബി വൽ ഇശാ, മനുഷ്യനിക്ക് മഗ്രിബ് ഇശാഇൻ്റെ ഇടയിൽ അവൻ ഓതണം. യാസീൻ സൂറത്ത് മുഴുവനായി 3 പ്രാവശ്യം ഓതണം. തുടരെയായിട്ട് 3 യാസീൻ ഓതണം. മിൻ ഗൈരി കലാമിൻ അജ്നമിയ്യിൻ ഫി അസ്നാ ദാലിക്, അതിൻ്റെ ഇടയിൽ മറ്റുള്ള ഒരു സംസാരവും വരാൻ പാടില്ല. 3 യാസീന് തുടരെയായി ഓതേണ്ടതാണ്. ഒന്നാമത്തത് അവൻ്റെ ആയുസ്സിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടി, അവൻ്റെയും അവനെ സ്നേഹിക്കുന്ന ആളുടെയും. രണ്ടാമത്തത് റിസ്ഖിൽ വിശാലതയും ബറക്കത്തും കിട്ടാൻ വേണ്ടി രണ്ടാമത്തെ യാസീൻ. മൂന്നാമത്തെ യാസീൻ വിജയികളിൽ പെടാൻ വേണ്ടി, നാളെ സുഅദാക്കളിൽ പെടാൻ വേണ്ടിയിട്ടുള്ള യാസീൻ. അതുകൊണ്ട് മറ്റന്നാൾ ബറാത്തിൻ്റെ രാവാണ്. അതിൽ നിങ്ങൾ യാസീൻ എല്ലാവരും പാരായണം ചെയ്യണം. എല്ലാ നിലക്കുള്ള മുസീബത്തും തട്ടിപ്പോകണം. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടണം. റിസ്ഖ് വിശാലമായി കിട്ടണം. ഇപ്പോഴത്തെ സാഹചര്യം കുറേ ആളുകൾക്ക് ഭക്ഷണം പോലും ഇല്ലാതെ ടെൻഷൻ അടിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവരുടെ ദുആ എന്നും വേണം. അതുകൊണ്ട് മറ്റന്നാളുടെ രാവ് വലിയ പുണ്യമുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്ന രാവാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അള്ളാഹു റബ്ബ് തൗഫീഖ് നൽകട്ടെ.